ഇതാണ് കുറ്റിച്ചിറ ജംഗ്ഷൻ. അനിയാ ഞങ്ങൾ കുറ്റിച്ചിറ ജംഗ്ഷൻ അന്വേഷിച്ച് വന്നതല്ല, വേറെ അന്വേഷിച്ച് വന്നതാ. വേരാ? ആ ബാപ്പ കാശ് കൊടുക്ക്. ചില്ലറയില്ല 1000ന്റെ നോട്ടാ. ഇതിപ്പോ എന്റെ വാപ്പാൻ അന്വേഷിച്ച് വന്നാ നിന്റെ വാപ്പാൻ അന്വേഷിച്ചു കൊടുത്തോ? എന്തൊരു മാറ്റ. ആദ്യം ആ കടയിലൊന്ന് ചോദിക്കാം. ഇവിടെ ആരും ഇല്ലേ? കടക്കാരാ? കടക്കാരനോ? ഞാനേ ഇന്ന് വരെ ഒരാൾക്ക് 5 ഉറുപ്പ് കൊടുക്കാനില്ല. എല്ലാരും എനിക്ക് ഇങ്ങോട്ട് തരാനാ. അല്ല ഇന്നെ കടക്കാരൊക്കെ വന്നിക്ക നിങ്ങൾ കാര്യം പരികോയേ. ഒരു നാടൻ നാറി, സോറി, 2 നടന്നീണ്ട് സർബത്ത്. അങ്ങനെ പറയേ. അല്ലളിയാ, നമ്മളിവിടെ സർബത്ത് കുടിക്കാൻ വന്നതാ. ഇവിടെ ഒരു അന്തരീക്ഷം ഒന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഒരു അന്വേഷണം. അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് അന്വേഷിക്കാൻ ഇതെന്താ CBI ഡയറക്ടർ കുറിപ്പാ? അപ്പോഴേ ഈ കോയുടെ കറക്റ്റ് ഉത്തരം കിട്ടൂ. അതിനാണ് ഈ സർബത്ത്, അല്ലാതെ കുടിക്കാനല്ലേ. പോയി ചോദിക്കാം. എക്സ്ക്യൂസ് മീ. ഐസ് വന്നിട്ടില്ലല്ലോ. വേണ്ട, എന്റെ പേര് സുലൈമാൻ. എന്റെ പേര് അദ്ദൈമാൻ. അല്ലല്ലല്ല. പിന്നെ എന്റെ ഉമ്മയും ബാപ്പ എനിക്കിട്ട പേരാ കേട്ടാ. നിങ്ങൾ രണ്ടാളും പാടെ എന്റെ പേര് മാറ്റി ഓട്ടോറിച്ച് എടുത്ത് പോന്നിക്ക. കാര്യം പറയുകോയേ. അതായത് ഏതായത്? അനിയനോ ഞാനോ? എന്റെ കുടുംബത്തിലെ മൂത്താൻകുട്ടി ഞാനാ. എനിക്ക് 4 ആൺകുട്ടികൾ വേറെയുണ്ട്. കാര്യം പറയുകോയേ. വെറുതെ അല്ല ഇയാളുടെ കടയിൽ ആള് ഇവിടെ ഒരു മൊയ്തീനാജി ഉണ്ടല്ലോ. ഇവിടെ ഒരു മൊയ്തീനാജി അല്ല, 8 മൊയ്തീനാജിമാരുണ്ട്. 8? ഇതെന്താ മൊയ്തീനാജിമാരുടെ സൂപ്പർ മാർക്കറ്റ്? അല്ല, അപ്പൊ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് എടുത്ത മൊയ്തീനാജി അങ്ങനെ പറയും. മൊബൈൽ പോയിന്റ് പള്ളി പോയില്ലേ? ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ സുലൈമാന്റെ വാപ്പ മൊയ്തീനാജി. ഇയാളുടെ ഒരു മോൻ മുമ്പ് നാട് വിട്ടുപോയി. അതെ, ഓന്റെ പേര് സുലൈമാൻ. ആണല്ലാത്തോടത്തിന് ആരെങ്കിലും സുലൈമാന്റെ പേര്. പിന്നെ ഓൻ 5-6 കൊല്ലായി തിരിച്ചു വന്നിട്ട് ഇപ്പൊ കുടുംബമായി സുഖമായി ജീവിക്ക. എന്തേ ഓനെ വിളിപ്പിക്കണോ? വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് തിരിച്ചു വരാത്ത സുലൈമാന്റെ ബാപ്പാനെ. അയ്യോ, നിങ്ങൾ ഇത്രയും പറഞ്ഞിരിക്കും. ഒരു വാസ്തവം ഞാൻ പറയട്ടെ. 8 മൊയ്തീൻ ഹാജിമാരിൽ 3 ആൾക്കും സുലൈമാന്റെ പേരുള്ള മക്കളുണ്ട്. ആ 3 പേരും ഇവിടുന്ന് നാട് വിട്ടുപോയതാ. അതിലൊരുത്തന്റെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ രണ്ടാമത്തെ ഇക്കഴിഞ്ഞ വലിയ നാക്കിന് തിരിച്ചു വന്നു. ഓനും കുടുംബമായി ജീവിക്കാം. പിന്നെ മൂന്നാമത്തെ മതി. മതി. അപ്പൊ മൂന്നാമത്തെ പറഞ്ഞവന്റെ വാപ്പ തന്നെ നിന്റെ വാപ്പ. കാര്യങ്ങളൊക്കെ ഏതാണ്ട് പേരും അടുത്ത് വരുന്നുണ്ട്. അതെ, ആ മൂന്നാമത്തവന്റെ വാപ്പയുടെ വീടെന്ന് പറഞ്ഞിരുന്നു. അല്ല, നിങ്ങൾക്ക് വേണ്ടത് വീടോ അത് ആളെയോ? ആളെ. അതിനെന്താ വീട്ടിൽ പോകുന്നു? മൂപ്പരല്ലേ നിക്കണ. നമ്മളപ്പ തന്നെ ഓനെ എടുത്ത് ആശുപത്രിയിലാക്കി. പടച്ചോന്റെ കൃപ കൊണ്ട് മയ്യത്തായില്ല. പടച്ചോന്റെ അല്ല, ആചാര്യ കൃപ കൊണ്ട്. കറക്റ്റ്, അത് നിന്റെ വാപ്പ തന്നെ. കണ്ടില്ല ചന്തി പറയുന്നത്. നീ എന്തിനാ കരയുന്നത്? കരഞ്ഞതല്ല, കണ്ണി കരട് പോയതാ. വാ വിളിച്ചിരിക്കാതെ അങ്ങനെ ചെല്ലടാ. അത് കലക്കി ഹാജിയാരെ. വാപ്പയാ? ആരിക്കട വാപ്പ? എന്റെ ബാപ്പ. ഇത് ഞാനാണ് ബാപ്പ. ബാപ്പാന്റെ മോൻ സുലൈമാൻ. പണ്ട് നാട് വിട്ടുപോയ സുലൈമാൻ. നാട് വിട്ടുപോയി സുലൈമാനോ? എന്റെ മോൻ നാട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയാടാവും വന്നത്. അതിനിടയ്ക്ക് വേറൊരു സുലൈമാനാ. അന്നെ കണ്ടിട്ട് തന്നെ മോത്തൊരു കള്ള ലക്ഷണുണ്ടല്ലടാക്കി മാറേ. അങ്ങാടി തെണ്ടിട്ടാണടാ വാപ്പാഞ്ഞ ഉണ്ടാക്കുന്നത്. അളിയനാ? ആദ്യം അനക്ക ഞാൻ വാപ്പയാ, ഇപ്പൊ അളിയനാ. അന്റെ ഏത് പെങ്ങളെയാടാ നമ്മൾ കെട്ടിയാക്കി മാറേ. ഈ കൊട നിന്റെ പള്ളക്ക് അങ്ങോട്ട് കയറ്റിയാലുണ്ടല്ല, അടുത്ത വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും കഴിഞ്ഞ് നമ്മൾ ഇതിങ്ങോട്ട് ഊരിയെടുക്കുള്ളൂ. മതി മോന്തിയത്. സ്വന്തം സമ്പാദ്യതൊന്നും അല്ലല്ലോ വച്ച് കീറണത്. ഈ തന്തയുടെ ബ്ലേഡ് കാശെന്നല്ലേ? എടാ ബുദ്ധി വേണടാ, ബുദ്ധി. പണ്ടവന്റെ തന്തയുടെ കയ്യിന്നേ ബ്ലേഡിന് കാശിന് പകരം LP സ്കൂളിന്റെ പ്രമാണം തന്നെ പിടിച്ചു വാങ്ങിച്ചത്. അത് വെച്ച് 4 കാശ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാ. പക്ഷെ ആ പൊരമനയിലെ പുനാരമോൻ എന്നവിടെ ധർമ്മസ്ഥാപനം കെട്ടിപ്പൊക്കിയോ അന്ന് മുതൽ നമ്മുടെ സ്കൂളിന് മുടിവാ. അവനെയും അവന്റെ നശിച്ച സ്ഥാപനത്തെയും വേരോടെ പിഴുതെറിയാൻ മൂക്കിന്റെ തുമ്പത്തൊരു അവസരം കിട്ടിയപ്പോ അതങ്ങ് ചീറ്റിച്ച് കളഞ്ഞു. കഴുത മസിലും പെരുപ്പിച്ച് 4 ഉണ്ണാക്കന്മാരെയും കൊണ്ട് അവിടെ ചെന്ന് നീ എന്നാ ഉണ്ണാക്കളാ ഉണ്ടാക്കിയേ? എന്നിട്ട് കുത്തിയിരുന്ന മോന്ത കഴുത. അപ്പാ, സായന പത്രത്തിലല്ല, ദിനപത്രത്തിൽ വരും, ഫ്രണ്ട് പേജിൽ. ഈ വാർത്തയല്ല, ഇതിലും ചൂടുള്ള വാർത്ത. അതോടെ കേരളക്കര മുഴുവൻ അറിയും അവന്റെ സ്കൂളിന്റെ മഹാത്മ്യം. ആ കാര്യത്തിൽ ഞാൻ അപ്പന്റെ മോൻ തന്നെ. അപ്പാ, ചന്ദ്രേട്ടനോട് പറഞ്ഞ നമ്മുടെ കല്യാണം എപ്പ നടന്നു ചോദിച്ചാ മതി. പക്ഷേ ഏട്ടനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്ത്? നിന്നെ ഞാൻ കെട്ടാൻ വരുന്നത് ഒരു കൊടി വെച്ച കാറിലായിരിക്കും. ഓ, കൊടി വെച്ച കാറിലെ കെട്ടാൻ വരുമെന്ന് അത്രയ്ക്ക് നിർബന്ധാണെങ്കിൽ എന്നെ കെട്ടാൻ വരുമ്പോ ഒരു കൊടി വാങ്ങി കിട്ടിയ പോരെ? ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാനും സീരിയസ് ആയിട്ട് പറഞ്ഞേ. ഈ മന്ത്രികുമാരൻ കൊടിയും വടിയും പിടിച്ച് എന്നെ കെട്ടാൻ വരുമ്പോഴത്തേക്കും ആ മീശപ്പട്ടാളെങ്ങ് എഴുന്നള്ളും. അയാള് വന്നാലേ കല്യാണല്ലേ മാഷെ നടക്ക അടിയന്തര. അയാൾക്ക് ഇതിൽ എന്ത് കാര്യം? അയാൾ കെട്ടിയ നിന്റെ ചേച്ചിയല്ലേ, നിന്നെ ഒന്നും അല്ലല്ലോ. അതന്നെ അയാളുടെ ഉദ്ദേശം. ചില നേരത്തെ അയാളുടെ നോട്ടം കണ്ട
അയാൾക്ക് ഞാനും ചേച്ചി ഒരുപോലെയാ. മുമ്പിൽ നിൽക്കാൻ കൂടെ പേടിയാ എനിക്ക്. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചന്ദ്രനോട് സംസാരിച്ചതാ. ഏട്ടൻ പറഞ്ഞത് നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവരാനാ. പക്ഷേ അതല്ലല്ലോ അതിന്റെ ശരി. ഏട്ടന് കല്യാണാലോചന നടക്കുമ്പോ അനിയൻ കല്യാണം കഴിക്കാന്ന് പറയുന്നത് മോശമല്ലേ? ഇവരെന്താ ഇവിടെ? ആ എന്തായാലും ചേച്ചി പട്ടാളം ലാൻഡ് ചെയ്യുമ്പോഴല്ലേ, അത് നമുക്ക് അപ്പം നോക്കാം. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ കുടിച്ച കാപ്പിക്ക് കാശ് കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടോ. ഇനി ഇവിടെ നിന്നാൽ ആരെങ്കിലും ഒക്കെ കാണും, അതോടെ എന്റെ പാർട്ടി നാറും. നിനക്കറിയില്ലേ, ഖദറിട്ട യുവ നേതാക്കൾക്ക് പ്രണയം നിഷിദ്ധമാണ്. ആണോ? ഇങ്ങനെ പോയ അവസാനം ഈ ഖദറെ കാണൂ. അല്ല, ഈ ഖദറും കാണും. പോട്ടെ കാതലി. മന്ത്രിയുടെ PA 105. ആ താങ്ക്സ്. എന്താ? ആ മാത്യു, ആ ടീച്ചർ അങ്ങോട്ട് വരുന്നുണ്ട്. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. തൽക്കാലം അവളുടെ മുമ്പിൽ നീയാണ് PA. യഥാർത്ഥ PA ഞാൻ അങ്ങനെ പാട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അല്ല, വല്ല കുഴപ്പമാവോ? കുഴപ്പാ നീ അവളെ കയറി പിടിക്കാനൊന്നും പോണ്ട. സൽക്കരിച്ച് അവിടെ ഇരുത്തിയാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ. യെസ്, കം ഇൻ. നമസ്കാരം സർ. യെസ്. ഞാൻ ചാക്യാർകൂത്ത് വിദ്വാൻ തിരുമുൽപ്പാടിന്റെ മകളാ. എന്താ കാര്യം? ഞാൻ ആ പെൻഷന്റെ കാര്യം സംസാരിക്കാൻ. ഇരിക്കൂ. ടീച്ചർ എന്താ ഇവിടെ? ഗണേശ, ഞാൻ അച്ഛന്റെ പെൻഷന്റെ കാര്യം സംസാരിക്കാൻ. മന്ത്രിയുടെ PA. മന്ത്രിയുടെ PA? ആ ഇവനാ? അതെ, താനാരാ? ഇപ്പൊ കേരളം ഭരിക്കുന്ന മന്ത്രിമാരുടെ ഒരു PAയും യുവജന പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ പുരമനയിൽ ഗണേഷ് കുമാറിനോട് ഈ ചോദ്യം ചോദിക്കില്ല. താൻ എന്ന് മുതലാണോ CC പണി നിർത്തി കതറിട്ടത്? ഏത് മന്ത്രിയുടെ PA നീ? ടീച്ചറെ, ഇത് കളി വേറെയാ. അങ്ങനെ അങ്ങ് പോവാതെ ടീച്ചറെ. ഇതുപോലുള്ള പാവങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ട് വേണം നിനക്ക് ഞങ്ങളോട് മതിടാ. പൂച്ചക്കുട്ടിക്ക് വെച്ച കണിയിൽ വീണത് പുലിക്കുട്ടി. അവളോടൊപ്പം അവനകത്ത് കിടക്കുമ്പോ പത്രവാർത്തയ്ക്ക് ഇമ്പം കൂടും. ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തേക്ക് ചെല്ലേ. വരൂ. ഈ മനസ്സറിയാഞ്ഞിട്ടല്ല, മോള് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാ. പക്ഷേ അതിങ്ങനൊരു ചതിയാവുന്ന് ഈശ്വരനോ. ചതിയായി പോകും, അതാ കാലം. ആ നേരത്തെ ഗണേശൻ അവിടെ എത്തിയതുകൊണ്ട്. അതല്ലെങ്കിലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ നമ്മളൊക്കെ? എന്റെ അച്ഛന്റെ നല്ല ചങ്ങാതിക്ക് അവശകലാകാരന്റെ പെൻഷൻ കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ. കരയണ്ട, ചെല്ലേ. സോറി ചന്ദ്ര, ഇതൊരു ഫാമിലി ടഗാണെന്ന് അറസ്റ്റിന് ശേഷം മനസ്സിലായത്. ചന്ദ്രൻ ഒരു കംപ്ലൈന്റ് എഴുതാം, ഞാൻ അവനെതിരെ ആക്ഷൻ എടുക്കാം. ഏയ് വേണ്ട. ചൂടുള്ള വാർത്തയാ. വായിച്ച് വളരെ ചൂടുള്ള വാർത്ത. മകളെ, പുരമനയിൽ ചന്ദ്രന്റെ ഗുരുകുല ശിഷ്യന്മാരെ കൊണ്ടുപോയി വായിച്ച് പഠിക്കേ. നമ്പുരാനെ, നമ്മൾ എന്തായി കാണും? അനുജനും വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ്. വായിച്ചില്ലേ? സ്വന്തം തന്തയുടെ പേര് നമ്മുടെ ഗൾഫുകാരൻ നടത്തുന്ന സ്കൂളിന്റെ മാഹാത്മ്യം. ചാക്കോയെ, ചന്ദ്രൻകുഞ്ചിന്റെ സ്കൂളിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാ പടച്ചോൻ പൊറുക്കൂല കേട്ടോ. ഓ, അവന്റെ ഒരു സ്കൂള് വെറുതെ അല്ല അഡ്മിഷൻ ഫീസും സെക്യൂരിറ്റി കാശും ഒന്നും മേടിക്കാതെ അവനെ ഏർപ്പാട് ചെയ്യുന്നത്. കൂട്ടിക്കൊടുപ്പല്ലേ പണി. കൈ നിറയെ കാശും കസ്റ്റഡി പെണ്ണും. പിന്നെ പെണ്ണ് കെട്ടിയില്ലെങ്കിൽ എന്താ? ഒരു വെടിക്ക് രണ്ടല്ലേ പക്ഷികള്. എന്റെ അപ്പം നടന്ന വിദ്യാഭ്യാസ കച്ചവടം തന്നെ സംഭവിച്ചു. പക്ഷെ അവൻ നടത്തുന്നതോ വ്യഭിചാര കച്ചവടം. ആ അല്ലോട്ട് ചേഞ്ഞോടാ. ഓ, കംപ്ലീറ്റ് ഓക്കെ. എങ്കിൽ കേരള മക്കളെ നമുക്ക് നടിച്ചു പൊളിക്കണ്ടേ? ഇപ്പോഴല്ലേ ചാക്കോ അപ്പന്റെ മോനായത്.
എന്നെ മാനം കെടുത്താൻ പാവങ്ങളുടെ മാനം വിറ്റ് നീ പത്രം അറിയണേ. നിന്റെ തറവാട്ടിലെ ആ തന്തയ്ക്ക് പറക്കാത്ത കാരണവന്മാരെ പണ്ടില്ലാത്ത പലിശയും കൂട്ടുപലിശയും ചേർത്ത് കാട്ടിക്കൂട്ടിയ ചെറ്റത്തരത്തിന്റെ പേരില് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അച്ഛന്റെ സമ്പാദ്യം മാത്രമല്ല അച്ഛന്റെ ജീവനും കൂടിയാ. അങ്ങനെ ഗതികെട്ടപ്പോഴാ ചന്ദ്രൻ കടല് കടന്നത് കാശുണ്ടാക്കാൻ. എന്റെ അച്ഛനോട് നിന്റെ അപ്പൻ ചെയ്തതിന്റെ കണക്ക് തീർക്കാൻ അന്ന് ആ തറവാട്ടിലോട്ട് കയറി വരാൻ ചന്ദ്രന് കരുത്തുണ്ടായിരുന്നില്ല. ഇന്ന് കരുത്തുകൊണ്ട് കൈ നിറയെ കാശുണ്ട്. ഈ കാണുന്ന കയറും കള്ള പലിശയും വെച്ച് ഇനി ചന്ദ്രനോട് ഉശിര് കാണിക്കാൻ വന്നാൽ അപ്പനെ മോനെ കൂട്ടിക്കെട്ടെ കൊണ്ട് ഉഷാറാക്കും ഞാൻ. മനസ്സിലാടാ?